ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ജെഇ ബാച്ചിലെ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം നമ്മൾ ഒന്ന് രണ്ട് ചാപ്റ്റേഴ്സൊക്കെ ഫിനിഷ് ചെയ്തു. എല്ലാ സബ്ജക്റ്റിൽ നിന്നും നല്ലപോലെ അടിപൊളിയായിട്ട് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിൽ പലപ്പോഴും നമ്മളോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, സാർ എങ്ങനെയാണ് ഡെയിലി ഞങ്ങൾ പഠിക്കേണ്ടത്, ഒരു ക്ലാസ് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതിനൊരു കൃത്യമായ ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ ഓരോ കുട്ടീനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഓരോ കുട്ടിയും ഏത് സമയത്താണ് പഠിക്കാനിരിക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ രണ്ട് രീതിയിലും പറഞ്ഞുതരാം. നമുക്കറിയാം, ഡെയിലി നിങ്ങൾക്ക് 2 ലൈവ് സെഷൻസ് ആണ് മാക്സിമം വരാറുള്ളത്, 2 സബ്ജക്റ്റുകൾ 3 മണിക്കൂറിൻ്റെ. അപ്പോൾ ഈ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നതിന് ശേഷം നോട്ടുകൾ മുഴുവനും എഴുതിയെടുക്കാൻ നിൽക്കരുത്. എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ കംപ്ലീറ്റ് നോട്ട് ഞങ്ങൾ എഴുതിയെടുക്കണോ, സ്ലൈഡിലുള്ളത് അതുപോലെ എഴുതിയെടുക്കണോ? സ്ലൈഡിലുള്ളത് അതുപോലെ നിങ്ങൾ എഴുതിയെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ നമ്മൾ പറയുന്ന എക്സ്പ്ലനേഷൻസ് ഒന്നും ക്ലിയർ ആയി മനസ്സിലാവില്ല. സോ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോട്ട് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫോർമുല ബുക്ക് സൈഡിൽ വെച്ചതിന് ശേഷം അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കാം. അല്ലാതെ സ്ലൈഡിലുള്ള എല്ലാ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ഒന്നും നിങ്ങൾ എഴുതിയെടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങളുടെ ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം, അതായത് 2 ലൈവും കഴിയുമ്പോഴത്തേക്കിന് ഏകദേശം നമുക്കൊരു 5:30 അല്ലെങ്കിൽ ഒരു 6 അതിനുള്ളിൽ നമ്മുടെ ലൈവ് എല്ലാം കഴിയും. ലൈവ് കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതായത് നമുക്കറിയാം, ഇപ്പോൾ മാത്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാത്സ് എല്ലാ കുട്ടികൾക്കും ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ് അല്ലേ. അപ്പോൾ ലൈവ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫോളോ ചെയ്യാൻ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സൈലത്തിൻ്റെ മെറ്റീരിയൽ ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്പിനകത്ത് ഇൻഫിനിറ്റി പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതേപോലെയുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് PYQ മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പം ഇതുപോലെയുള്ള ഓപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യണം. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. നമുക്കറിയാം, ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോൺസെപ്റ്റ് എല്ലാം ക്ലാസ്സിൽ വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം മനസ്സിലാക്കി കൊണ്ടുപോകുക. അതിനുശേഷം നിങ്ങൾ ഈ എടുക്കുന്ന മെറ്റീരിയൽസിനകത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ആദ്യം നോക്കുന്ന ചോദ്യം ചിലപ്പം നമ്മുടെ ഈ പഠിച്ച ചാപ്റ്ററിൽ നിന്ന് മാത്രമുള്ളൊരു കണ്ടന്റ് ആയിരിക്കത്തില്ല. വേറെ ഏതെങ്കിലും ചാപ്റ്ററിലെ കോൺസെപ്റ്റും കൂടെ, അതായത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഏതെങ്കിലും ചാപ്റ്ററിലെ കോൺസെപ്റ്റും കൂടെ ക്ലബ്ബ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ ഒരു മാർക്ക് ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കോൺസെപ്റ്റ് റിലേറ്റ് ചെയ്തിട്ട് ഈ ചോദ്യങ്ങൾ ഏതൊക്കെയുണ്ട്, അതായത് ഈ മെറ്റീരിയലിനകത്ത് ഏതൊക്കെ ചോദ്യങ്ങളുണ്ട്, അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് പോവുക. അപ്പോൾ അത് സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റക്ക് ആകാം, ചിലപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉത്തരം കിട്ടിയെന്ന് വരാം. സ്റ്റക്ക് ആകുന്നിടത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എവിടെയാണോ നിങ്ങൾ സ്റ്റക്ക് ആയത് അപ്പോൾ നിങ്ങൾ പോയി സൊല്യൂഷൻ നോക്കണം. സൊല്യൂഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്റ്റെപ്പിനകത്ത് ഏതാണ് എനിക്ക് മിസ്റ്റേക്ക് വന്നത് അല്ലെങ്കിൽ കിട്ടാത്തതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ തിയറി എനിക്ക് മിസ്സായതുകൊണ്ടാണ് ഇവിടെ ഞാൻ സ്റ്റക്ക് ആയത്. അപ്പോൾ നാളെ ക്ലാസ്സിൽ പോയിട്ട് എന്ത് ചെയ്യുക, ആ തിയറി നോക്കുക. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും ഫോളോ ചെയ്യണം. ഇനി മാത്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ, അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ടൈമർ സെറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നമുക്കറിയാം, ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വലിയൊരു സ്കില്ല് തന്നെയാണ്. അപ്പോൾ ഒരു ചോദ്യത്തെ നിങ്ങൾ 10 മിനിറ്റും 15 മിനിറ്റും എടുത്ത് നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കുന്നതിൽ കാര്യമില്ല. എങ്ങനെയാണ് ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡെയിലി 10 ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം പ്രാക്ടീസ് ചെയ്ത് കണ്ടന്റ് ഒന്ന് കോൺസെപ്റ്റ് റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NCERT എക്സംപ്ലർ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ തന്നെ കീമിൻ്റെ PYQ ബുക്സ്, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടംപോലെ നമുക്ക് ഓൺലൈനിലും അവൈലബിൾ ആണ്. അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പിലുള്ള ഇൻഫിനിറ്റി പ്രാക്ടീസ് എന്ന് പറഞ്ഞ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ലെവൽ, മീഡിയം ലെവൽ, തൽക്കാലം ഈസി മീഡിയമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്ത് ശീലിക്കേണ്ടത്. ദെൻ ലാസ്റ്റ് എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഹൈ ലെവലിലേക്കൊക്കെ പോകാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡെയിലി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, എന്നിട്ട് പഠിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ റിവൈസ് ചെയ്യുക, എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ് പഠിച്ചത്. കാരണം അടുത്ത ദിവസം ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടായിരിക്കും. പാർട്ട് 2 വരുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക, ഇന്ന് പഠിപ്പിച്ച ഓവറോൾ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഡെയിലി ഉള്ളൊരു ബേർഡൻ നമുക്ക് ഒഴിഞ്ഞു കിട്ടുകയും ചെയ്യും, നമുക്ക് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാനും പറ്റും. അപ്പോൾ ഈ ഒരു ബാച്ചിലൂടെ നമ്മൾ JEE ക്രാക്ക് ചെയ്യാനുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ ആദ്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ JEE എക്സാം ഒക്കെ ക്രാക്ക് ചെയ്ത് നല്ലൊരു പെർസെൻറ്റേജ് വാങ്ങി നമുക്ക് IIT അല്ലെങ്കിൽ NIT പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഡെഫിനറ്റ്ലി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ബാച്ചിൽ ഇപ്പം അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മൺസൂൺ ഓഫർ ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. സോ ഈ ഓഫർ പ്രകാരം നിങ്ങൾക്ക് കോഴ്സ് ഫീയിൽ നിന്ന് 1000 rupees ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബാച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ ധീര 1000 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട് അവൈലബിൾ ആവും. സോ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഒന്നിച്ച് JEE ക്രാക്ക് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.